കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല ബാധിച്ച് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഇതോടെ രോഗബാധയുടെ ഉറവിടം തേടി ആരോഗ്യവകുപ്പ്. രോഗബാധ സ്ഥിരീകരിച്ച തലക്കുളത്തൂർ, പുറമേരി, പന്തീരാങ്കാവ് എന്നീ ഭാഗങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘയാണ് ചേരുന്നത്. അനഘ, ഈ ഷിഗല്ല ബാധ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രത? നീലിമ, കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരി ഇന്നലെയാണ് മരണപ്പെട്ടത്. ഈ തലക്കുളത്തൂർ സ്വദേശിയാണ് ഈ 4 വയസ്സുകാരി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തലക്കുളത്തൂർ അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന നടത്തിവരുന്നത്. തലക്കുളത്തൂർ, പുളമേരി, പന്തിരങ്കാവ് ഭാഗങ്ങളിലാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തുന്നത്. പ്രദേശത്തെ കിണറുകളും കുളങ്ങളും അതുപോലെ ഈ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരെത്തി തന്നെ നേരിട്ട് പരിശോധനകൾ നടത്തുന്നത്. മാത്രമല്ല, ഈ കിണറുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകർ ഈ പ്രദേശങ്ങളിലെ വീടാന്തരം കയറി ഈ ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഷിഗല്ല ബാധിച്ച് 4 വയസ്സുകാരിയായിട്ടുള്ള നിള എന്ന് പറയുന്ന ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. ഈ രോഗം ബാധിക്കുന്നത് ഈ കുട്ടികൾക്കാണ്. ഈ രോഗം ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ മലിനമായിട്ടുള്ള ഭക്ഷണം, മലിനജലം, ഇതിലൂടെയാണ് ഈ കുട്ടികളിലേക്ക് രോഗം എത്തുന്നത്. ഈ വയറിളക്കമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്കാണ് ഈ രോഗം വരുന്നതെങ്കിൽ അതിവേഗം അപകടാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെത്തി വലിയ രീതിയിലുള്ള ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ തലക്കുളത്തൂർ, പുറമേരി ഭാഗത്ത് മറ്റ് കുട്ടികൾക്കും കൂടി ഇത്തരത്തിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എവിടെ നിന്നാണ് ഈ രോഗം വരുന്നത്, രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയാണ്, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടക്കുന്നത്. നീലിമ. ഓക്കെ അനഘ, അപ്പോൾ ഷിഗല്ലയ്ക്കെതിരെ വലിയ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. മഴയാണ്, സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഷിഗല്ലയ്ക്കെതിരെ കർശനമായ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അനഘ ഹർഷൻ നൽകിയത്.